പൈൻകിളി, പെയിൻ കിളി, അങ്ങനെ മതി. സോ ആൾക്കാരെ ടോർച്ചർ ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി ഇറക്കിയിട്ട് നിർഗുണ നിർവികാര കോമാളി പടമാണ് പെയിൻ കിളി. സോ ഈ സിനിമ നിങ്ങളുടെ ശത്രുക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരു 3/4 മണിക്കൂറൊക്കെ കാണുമ്പോഴേക്ക് അവർ അവിടെ തന്നെ ഇരുന്ന് ആത്മഹത്യ ചെയ്തോളും. അത്രയും കിടിലം പടമാണ്. സോ ഇതിൽ പല ടൈപ്പ് കോമാളികളുണ്ട്. ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ അനസ്വര റാജിന്റെ കോമാളിത്തരത്തിനെ പറ്റിയിട്ടാണ്. ഓവർ ആക്ടിങ്ങിന് ഒരു മീറ്റർ ഉണ്ട് വെച്ചാൽ ആ മീറ്റർ അടിച്ചു പോകുന്നു വേണമെങ്കിൽ പറയാം. അത്രയും കിടിലനായിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് കണ്ട കഞ്ഞിവെള്ളം പറയുന്ന സാധനം കിട്ടില്ല. എനിക്ക് തോന്നുന്നു അനശ്വര എന്തോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്ര കോടി പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേഷൻ കൂടുതലാണ്, അതുകൊണ്ട് അക്കത്തിന് മെന്റൽ ടോർച്ചർ ചെയ്തിട്ട് അങ്ങോട്ട് കൊല്ലാവാറുണ്ട്. ഇതിലും വേഗം കുറച്ച് വിഷം കലക്കി തരുമായിരുന്നു. അത് നമ്മൾ മെന്റൽ ടോർച്ചർ സഹിക്കണ്ടല്ലോ. സോ അനശ്വരയുടെ കുറച്ച് സീൻസ് ഉണ്ട്. ഒരു ബെഡ്റൂമിൽ ഇരുന്ന് കാണിക്കുന്ന സീനും ബാത്റൂമിൽ ഇരുന്നിട്ട് കരയുന്ന ഒരു സീനും. ഇത് കണ്ടപ്പോ ഭൂമി പിളർന്നങ്ങോട്ട് താഴെ പോയാൽ മതി എന്നായിരുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ കാണിച്ചു വെക്കുന്നതെന്ന്. സോ അനശ്വരയുടെ ഈ ഒരു ക്യാരക്ടർ ഒന്നും കൂടി കാണുക, ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ വല്ല സൈനൈഡ് എടുത്ത് കഴിക്കും. അതാണ് ഇതിലും ഭേദം. സോ അടുത്ത ഈ സിനിമയിലെ ഏറ്റവും വലിയ കമാളി നമ്മുടെ അമ്പാൻ സജൻ ഗോപു. എന്റെ പൊന്നെണ്ണ, നിങ്ങളുടെ മേത്ത് വല്ല തൊലി ബാക്കിയില്ല, അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്. സോ നിങ്ങളുടെ ഈ പടം കണ്ടിട്ട് എന്റെ തൊലിയെ ഉരിഞ്ഞു പോയി, അതാ ചോദിക്കുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ടുവേർഡ്സ് ക്ലൈമാക്സ് സർട്ടൻ പെർഫോമൻസ് ഉണ്ട്, തൊലി ഉരിഞ്ഞു പോകുന്നു വേണമെങ്കിൽ പറയാം. ഇത്രത്തോളം ഒരു ആക്ടർ അതപ്പതിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോമാളിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മീറ്റർ 10 തവണ അടിച്ചു പോയിണ്ടാവും നിങ്ങളുടെ കോമാളിത്തരം കണ്ടിട്ട്. സോ സെൽഫ് റെസ്പെക്ട് പറയുന്ന ഒരു സാധനമുണ്ട്. ഈവൻ തെണ്ടുന്നവർക്ക് വരെ ആ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അത് മറന്ന് കളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമയ്ക്ക് ഇഷ്ടം പോലെ പേരിട. ആദ്യത്തെ പേര് അട്ടർ ക്രാപ്പ്, രണ്ടാമത് കോമാളി പ്രോമാക്സ്, ക്രിഞ്ച് അൾട്രാ പ്രോമാക്സ്. ഇത്രയും പേരൊക്കെ ഇടാൻ പറ്റുന്ന പടമാണ്. അടുത്ത കോമാളി. ഇതിന്റെ റൈറ്റർ നമ്മുടെ ആവേശം സിനിമയുടെ ഡയറക്ടർ. എനിക്ക് തോന്നുന്നില്ല അങ്ങേര് ബോധത്തോടെയാണ് ഈ പടത്തിന് കഥ എഴുതിയതെന്ന്. അങ്ങേരെ വീട്ടിൽ വല്ല കുറുവാ സംഘം കയറിയിട്ടുണ്ടാവും, ഒരു കമ്പി എടുത്ത് കിണ്ണ് തലയ്ക്കൊന്ന് കൊടുത്തപ്പോ ആ ഒരു മൂഡിലാണ് അണ്ണൻ പടം എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അവസാനം കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും അതിന്റെ മുട്ടപ്പമ്മ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ആയപ്പോ അപ്പുറത്തെ സ്ക്രീനിൽ ദാവീദിന് കയറിയാലോ എന്ന് വരെ ആലോചിച്ചു. അത്രയും വെറുപ്പിക്കലായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നതാണ് വിചാരിക്കുന്നത് വെച്ചാൽ പ്ലീസ് ഇവാലുവേറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ് അഗെയിൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. അടുത്തത് നമ്മുടെ വേറൊരു കൊമാളി, നമ്മുടെ സലീം കുമാറിന്റെ മകൻ ചന്തു സലീം കുമാർ. ഓൾറെഡി ഒരു സലീം കുമാർ ഉണ്ട് നമുക്ക്, പിന്നെ എന്തിന് വേറൊരു സലീം കുമാറിന് ഉണ്ടാക്കാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ലെറ്റ് ഹിം ബി ഹിംസെൽഫ്. ഒരു 100 കിലോയുടെ ഒരു അംബുജ സിമെന്റ് എടുത്തിട്ട് തുമ്പിയെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് കൊമാളിത്തരം കാണിച്ചിട്ട്. കാവടിയാട്ടം സിനിമയില്ലേ നമ്മുടെ ജയറാമേട്ടന്റെ, ആ സാധനത്തിന്റെ കുറെ വേർഷനൊക്കെ റീമേക്ക് ചെയ്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പിന്നെ എല്ലാവർക്കും പല വേറെ കുട്ടികളുടെ തന്ത ആയാൽ മതിയല്ലോ. സ്വന്തം കുട്ടികളുടെ തന്തയാവണേക്കാളും നാട്ടുകാരുടെ കുട്ടികളുടെ തന്തയാവാനാ താല്പര്യം, സ്വന്തമായിട്ടൊന്നുമില്ല. സോ അതിലൊക്കെ ജയറാമേട്ടൻ ചെയ്തു വെച്ചത് ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. ഒരു ബിറ്റ് മുകളിലോട്ടോ ഒരു ബിറ്റ് താഴത്തോട്ടോ ഇല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അങ്ങേര് ചെയ്തു വെച്ചതിനെ കൊണ്ടേ കാണിച്ചിരിക്കുന്നതാണ്. എന്റെ അമ്മു സഹിക്കാൻ പറ്റില്ല.